ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആ ഡൈപോൾ ആണ്. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആ ഡൈപോൾ. അപ്പം ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ ലൈനിലുള്ള ഡെറിവേഷൻ ആണ്. നമ്മൾ രണ്ട് ഡെറിവേഷൻ പഠിക്കും. അപ്പോൾ ആദ്യത്തെ ആക്സിയൽ, രണ്ടാമത്തെ ഇക്വറ്റോറിയൽ. അപ്പം ആക്സിയൽ എങ്ങനെയാണ് നോക്കുക. അപ്പോൾ ആദ്യം ഡൈപോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കണം. ഡൈപോൾ എന്ന് പറയുന്നത് എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പം ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കണം, അവർ തമ്മിലൊരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിരിക്കണം. അപ്പം സപ്പോസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണെന്ന് കരുതുക. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആക്സിയൽ ലൈൻ ആയതുകൊണ്ട് തന്നെ സെയിം ആക്സിസിൽ ഇതിൻ്റെ സെൻറ്ററിന് ഒരു r ഡിസ്റ്റൻസ് അപ്പാർട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് P ആണെന്ന് കരുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ്, അതായത് പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് പോയിന്റ് എയും ബിയും ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഉണ്ടാവാം പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ബി ഉണ്ടാവാം, അല്ലേ? ഇതാണ് ഇവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ. സോ നമുക്ക് ഡെറിവേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വി എന്ന് പറയുന്നത് വി എ പ്ലസ് വി ബി ആയിരിക്കും. ഇനി വി എ എന്താ കണ്ടുപിടിക്കണം. വി എ എന്ന് വെച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ക്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ചാർജാണ്, ഇവിടെ മൈനസ് ക്യൂ ആണ്. അപ്പം കെ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ഈ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇവിടുത്തെ ഡിസ്റ്റൻസ് ഏതായിരിക്കും? എ എന്ന് പി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എ എന്ന് പി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അതായത് എ എന്ന് ബി വരയ്ക്ക് 2a ആണെന്നറിയാം, ഒ എന്ന് പി വരയ്ക്ക് 6 ആണെന്നറിയാം. പക്ഷെ നമുക്ക് എ എന്ന് പി വരയ്ക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പം നോക്കി, ഇവിടെ നിന്ന് ഇത് വരയ്ക്കും 6 ആണ്. ആൻഡ് ഈ ഒരു ചെറിയൊരു ഡിസ്റ്റൻസും കൂടി അറിഞ്ഞാൽ നമുക്ക് ഈ 6ൻ്റെ കൂടെ ഈ ഡിസ്റ്റൻസ് കൂട്ടാം, അല്ലേ? അപ്പം ഇവിടെ നോക്കുമ്പം ഇത് ടോട്ടലി 2a ആണ്. ഈ ഒ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അപ്പം ഇതിൻ്റെ ഇപ്പുറത്തും എ ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ആർ പ്ലസ് എ എന്നെടുക്കാം. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് 6 ആണ്, പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. അതുകൊണ്ട് ആർ എന്ന് എ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ വി എ കിട്ടി. ഇനി വി ബി എന്ന് പറയുമ്പം എന്തായിരിക്കും? വി ബി എന്ന് പറയുമ്പം വി ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സെയിം തന്നെയാണ്. ക്യൂവിൻ്റെ അവിടെ ഇവിടെ പ്ലസ് ക്യൂ ആണ്, അല്ലേ? അപ്പോൾ പ്ലസ് ക്യൂ ബൈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബി എന്ന് പി വരയ്ക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ഒ എന്ന് പി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് അറിയാം, ഒ എന്ന് ബി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് എ ആണെന്ന് അറിയാം. അപ്പോൾ ഈ ആർ എന്ന് ഈ എ കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടില്ലേ? അതായത് ഒ എന്ന് പി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് നിന്ന് ഒ എന്ന് ബി വരയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ നമുക്ക് ഈ സെൻറ്റർ പോർഷനിലെ ഡിസ്റ്റൻസ് കിട്ടും. അത് എത്രയായിരിക്കും? ആർ മൈനസ് എ എന്നാണ്, അല്ലേ? ഇനി ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? വി എന്ന് പറയുന്നത് കെ മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എ പ്ലസ് കെ ക്യൂ ബൈ ആർ മൈനസ് എ. ഇനി നോക്കിയേ, ഈ മൈനസ് ക്യൂവിനെ എനിക്ക് പുറത്തെടുത്ത് എഴുതാമല്ലോ. നെഗറ്റീവിനെ ഞാൻ പുറത്തെടുത്ത് എഴുതുമ്പം ഇങ്ങനെ എഴുതും, പ്ലസ് കെ ക്യൂ ബൈ ആർ മൈനസ് എ. ഇനി ഇതിൽ എന്താ, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൽ കോമൺ വാല്യൂസ് എല്ലാം നമുക്ക് പുറത്തെടുക്കണം. ഇതിൽ രണ്ടിലും കോമൺ വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് കെ, പിന്നെ ക്യൂ. അപ്പോൾ ഈ രണ്ടെണ്ണം പുറത്തെടുക്കുമ്പം എങ്ങനെ എഴുതാം? കെ ക്യൂ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ -1 ബൈ ആർ പ്ലസ് എ, അതായത് മൈനസ് ഇവിടെ തന്നെയുണ്ട്, നമ്മൾ
കെയും ക്യൂവും മാത്രമേ പുറത്തെടുക്കുള്ളൂ. അപ്പം മൈനസ് അവിടെ വെച്ചിട്ട് ബൈ 1/r + a പ്ലസ് 1/r - a. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? കെ ക്യൂ അവിടെ എഴുതാം, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -r - a പ്ലസ് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, r + a ബൈ r + a ഇൻറ്റു r - a. ഇനി ഇതൊന്ന് എഴുതുമ്പം റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നോക്കി, അതായത് ഒന്നും കൂടി എഴുതാം, കെ ക്യൂ മൈനസ് r + a, സോറി r, ഒരു മിനിറ്റ്, നമുക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 1/r + a പ്ലസ് 1/r - a ഇങ്ങനെ ആയിരുന്നില്ലേ? ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? കെ ക്യൂ മൈനസ് r - a പ്ലസ് r + a ബൈ r + a ഇൻറ്റു r - a. ഇനി നോക്കിയേ, ഈ ബ്രാക്കറ്റ് എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ കെ ക്യൂ മൈനസ് ആർ, നെഗറ്റീവിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, പോസിറ്റീവ് എ, പിന്നെ ബാക്കിയുള്ളത് അതേപോലെ എഴുതാം, പ്ലസ് ആർ പ്ലസ് എ ബൈ, ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡൻറ്റിറ്റിയിലല്ലേ കിടക്കുന്നത്? എന്ന് വെച്ചാൽ എന്താണ്? a² - b² അല്ലേ? അതുപോലെ എഴുതുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതണം? എ എന്ന് പറയുന്നത് ആർ പ്ലസ് അതായത് ആർ എന്ന് പറയുന്നത് എയും എ എന്ന് പറയുന്നത് ബിയും. അപ്പം a + b ഇൻറ്റു a - b, അങ്ങനെയാകുമ്പം r² - a². ഇനി ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ആറും ആറും ക്യാൻസൽ ചെയ്യാം. ഇപ്പം ഇവിടെ a + a 2a എന്നായി. അപ്പം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇൻറ്റു 2a ബൈ r² - a². ഇനി നമുക്ക് 2a ഇൻറ്റു q എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? p = 2aq അല്ലേ? അപ്പം നമുക്ക് അതിനെ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എങ്ങനെ എഴുതാം? kp ബൈ r² - a². ഇതാണ് ഇക്വേഷൻ. ആൻഡ് നമുക്ക് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഫ് r is much greater than a, നമുക്ക് എന്ത് നെഗ്ലക്റ്റ് ചെയ്യാം? a² ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, അതായത് r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്, ഡൈപോൾ ഡിസ്റ്റൻസിനെക്കാളും ഡൈപോൾ ലെങ്ത്തിനെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഒരു ടേം നെഗ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കെ പി ബൈ r². ഈ കെ എന്ന് പറയുന്നത് എന്താ? കെ എന്ന് പറയുന്നത് 1/4πε0, അതറിയാലോ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇതാണ് ആൻസർ.